Good afternoon, students. Today we are going to discuss about how to calculate capital reserve. നിങ്ങൾ CUT UG എക്സാമുകൾക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. അപ്പോൾ നമുക്ക് സ്ഥിരമായി ഈ CUTയുടെ എക്സാമിന് കാണുന്ന ഒരു പോർഷൻ കൂടാണ് ഈ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. കൂടുതലായി അതിൽ നിന്ന് കാണുന്നത് ക്യാപിറ്റൽ റിസർവ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്ന് ക്യാപിറ്റൽ റിസർവ് എത്രയാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ 2024 ഇങ്ങനെ CUTയുടെ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് എങ്ങനെ ക്യാപിറ്റൽ റിസർവ് പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ക്യാപിറ്റൽ റിസർവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ അറിയാമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഇട്ട് കണ്ടുപിടിച്ച് വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടൈം ടേക്കിംഗ് ആയി പോകും. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇല്ലാത്തതും സമയമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ക്യാപിറ്റൽ റിസർവ് കണ്ടുപിടിക്കാം, എങ്ങനെ നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വൃത്തിയായി വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഒരു ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹാഫ് ഓഫ് ദി പ്രോബ്ലം സോൾവ്ഡ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 400 shares of ₹50 each issued at par were forfeited for non-payment of final call of ₹10 per share. These shares were reissued at ₹45 per share as fully paid up. The amount transferred to capital reserve is. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 400 ഷെയറുകൾ, 50 രൂപ പാർ വാല്യൂ ഉള്ള 400 ഷെയറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കമ്പനി ഇഷ്യൂ ചെയ്തു. ആ ഷെയറുകൾ എന്ത് ചെയ്തു, ഫോർഫീറ്റ് ചെയ്തു. എന്തുകൊണ്ടാണത് ഫോർഫീറ്റ് ചെയ്തത്? 10 രൂപ ഫൈനൽ കോളായിട്ടുള്ള ₹10 എന്ത് ചെയ്തിട്ടില്ല, ആ ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ 400 ഷെയറുകളും എന്ത് ചെയ്യുകയാണ്, ഫോർഫീറ്റ് ചെയ്യാൻ പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കുറച്ച് നാളുകൾക്ക് ശേഷം അങ്ങനെ ആ ഷെയറുകൾ ഫോർഫീറ്റ് ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഷെയറുകൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അവർ 45 രൂപയ്ക്ക് ഫുള്ളി പെയ്ഡായിട്ട് ₹45 എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, റീഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റേണ്ട എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള എമൗണ്ടുകൾ നോക്കുക, നമ്പർ ഓഫ് ഷെയർസുകൾ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് 400 ആണ്. അത് ഫസ്റ്റ്ലി ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ പാർ വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. അതിൽ എത്ര രൂപയാണ് പേ ചെയ്തിട്ടുള്ളത്, എത്ര രൂപയാണ് പേ ചെയ്യാതെ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എത്ര രൂപ ആക്ച്വലി ആ ഫോർഫീറ്റ് ചെയ്ത ഷെയർസിന് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഫോർഫീറ്റ് ചെയ്ത ഷെയർസിൻ്റെ പാർ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, ₹50 ആണ്. പക്ഷേ ആ ₹50 എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല. അതിൽ എത്ര രൂപ നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ട്, 10 രൂപ നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. ഇനി എത്ര രൂപയാണ് അപ്പോൾ നമുക്ക് ടോട്ടൽ റിസീവ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട എത്ര രൂപയാണ് നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വൽ പെയ്ഡ് അപ്പ് വാല്യൂ, ആക്ച്വൽ പാർ വാല്യൂ മൈനസ് ദി അൺപെയ്ഡ് പോർഷൻ. ആക്ച്വൽ പാർ വാല്യൂ എന്ന് പറയുന്നത് ഷെയറിന് എത്രയാണ്, ഷെയറിന് എത്ര രൂപ വിലയുണ്ട്, 50 രൂപ വിലയുണ്ട്. അതിൽ 10 രൂപ എന്ത് ചെയ്തിട്ടില്ല, ആൾക്കാർ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എത്ര രൂപയാണ്, എമൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് 50 - 10 40 ആണ്. അപ്പോൾ നമുക്ക് എത്ര രൂപയാണ് ഈ ഫോർഫീറ്റ് ചെയ്ത ഷെയർസിന് ഫോർഫീറ്റ് ചെയ്യുന്നതിന് മുമ്പ് വരെ കിട്ടിയിട്ടുള്ളത് എന്നുള്ള കിട്ടി, എത്ര രൂപയാണ്, 40 രൂപയാണ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, രണ്ടാമത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇത് റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര രൂപ അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണെന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എത്ര രൂപയ്ക്കാണ്, ₹45. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ എമൗണ്ട് റിസീവ് ചെയ്ത് ഫോർഫീറ്റ് ചെയ്ത ഷെയർസിന് എമൗണ്ട് എത്ര രൂപയാണോ റിസീവ് ചെയ്തത് പ്ലസ് നമ്മളത് റീഇഷ്യൂ ചെയ്യുന്ന എത്ര രൂപയ്ക്കാണോ അത് രണ്ടും എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എമൗണ്ട് നമ്മൾ ഫോർഫീറ്റ് ചെയ്ത സമയത്ത് ആ ഷെയറിന് കിട്ടിയിട്ടുള്ളത് ₹40 ആയിരുന്നു. അത് റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ₹45 ആണ്. അപ്പോൾ ഇൻ ടോട്ടൽ നമുക്ക് ആ ഷെയർസിന് കിട്ടുന്ന എത്ര രൂപയാണ്, ₹85 ആണ്. ഇനി നമുക്ക് ഓരോ ഷെയറുകൾക്കും ഉള്ള ക്യാപിറ്റൽ ഗെയിൻ എത്ര രൂപയാണ് ഈ ഷെയറുകൾ ഫോർഫീറ്റ് ചെയ്തത് റീഇഷ്യൂ ചെയ്യുന്ന വഴിക്ക് നമുക്ക് ഉണ്ടാവുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം.
അപ്പം 85 റുപ്പീസാണ് നമുക്ക് ടോട്ടൽ ആ ഷെയറുകൾക്ക് മേലെ കിട്ടുന്നത്. 40 രൂപ ഓൾറെഡി അത് ഫോർഫീറ്റ് ചെയ്ത സമയത്തേക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് 45 രൂപ നമ്മളത് റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കിട്ടിയ മൊത്തം 85 രൂപ കിട്ടി. ഈ 85 രൂപയും നമ്മുടെ ക്യാപിറ്റൽ റിസർവിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതിൽ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ്റെ പോർഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഷെയറിൻ്റെ മേലെയുള്ള ക്യാപിറ്റൽ ഗെയിൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ള ഓരോ ഷെയറിനും 85 രൂപയാണ്. 40 രൂപ ഫോർഫീറ്റ് ചെയ്യുന്നതിന് മുമ്പും ഫോർഫീറ്റ് ചെയ്ത സമയത്തും 45 രൂപ നമ്മൾ റീഇഷ്യൂ ചെയ്ത സമയത്തും, അങ്ങനെ 85 രൂപ നമുക്ക് ഈ ഷെയറിന് മേലെ എന്ത് ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഷെയറിൻ്റെ പെയ്ഡപ്പ് വാല്യൂ എത്രയാണ്, 50 റുപ്പീസാണ്. അല്ലെ പാർ വാല്യൂ എത്രയാണ്, 50 റുപ്പീസാണ്. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടലി നമുക്ക് ഫോർഫീറ്റ് ചെയ്ത സമയത്തും അതിനുശേഷം റീഇഷ്യൂ ചെയ്ത സമയത്തും കൂടെ കിട്ടിയ എമൗണ്ടിൽ നിന്ന് നമ്മളതിൻ്റെ പാർ വാല്യൂ ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് നമ്മുടെ ആക്ച്വൽ ക്യാപിറ്റൽ ഗെയിൻ ഓൺ എവറി ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ 85 മൈനസ് 50 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന 35 ആണ് നമുക്ക് ഓരോ ഷെയറിന് മേലെ നമുക്ക് കിട്ടുന്ന എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ റിസർവ് കാണാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? എത്രയാണോ ക്യാപിറ്റൽ ഗെയിൻ ഫോർ ഈച്ച് ഷെയർ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്യാപിറ്റൽ റിസർവ് കിട്ടും. ഇവിടുത്തെ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്, 400 ആണ്. അപ്പോൾ 400 ഇൻറ്റു 35, അതായത് ക്യാപിറ്റൽ ഗെയിൻ ഫോർ എവറി ഷെയർ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ക്യാപിറ്റൽ റിസർവ് കിട്ടും. ക്യാപിറ്റൽ റിസർവ് എത്രയാണ്, 14,000 ആണ്. നിങ്ങൾക്ക് ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എൻട്രി ഒക്കെ മനസ്സിലാലോചിച്ച് അല്ലെങ്കിൽ കൂടുതൽ ഇക്വേഷൻസ് ഒക്കെ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയതിന് ശേഷം എത്ര രൂപയാണ് നമ്മൾ മൊത്തം നമുക്ക് ഇതുവരെ ഈ ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് എത്ര രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് നോക്കുക. ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് കിട്ടിയ എമൗണ്ട് ആയിരിക്കില്ല തരുന്നത്, അതിൻ്റെ പാർ വാല്യൂ നമുക്ക് എത്ര രൂപയാണ് കിട്ടാത്തതെന്നുള്ളതുമായിരിക്കും തരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള എമൗണ്ട്, ഇതുവരെ നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ആ ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50യും നമുക്ക് കിട്ടാത്തത് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് എത്രയായിരിക്കും, അതിൻ്റെ 50യിൽ നിന്ന് 10 കുറച്ച് കഴിയുമ്പോൾ 40 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ട് പ്ലസ് അത് റീഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള എമൗണ്ട്, അതിൻ്റെ രണ്ടിനെയും കൂടെ ടോട്ടൽ എടുക്കുക. അതിൽ നിന്ന് എത്രയാണോ ആ ഷെയറിൻ്റെ പെയ്ഡപ്പ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ എന്ന് പറയുന്നത്, അത് ആ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഒരു ഷെയറിന് മേലെയുള്ള നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അത് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്, 14,000 ആണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങളുടെ CUET എക്സാമുകൾക്ക് റെഗുലറായി ചോദിക്കുന്ന ഒരു പോർഷനും കൂടിയാണ് ഫോർഫീറ്റർ ഓഫ് ഷെയർസും, അതുപോലെ തന്നെ അതിൽ എത്ര രൂപയാണ് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നുള്ളതും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എൻട്രികളും പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം എക്സാമുകൾക്ക് അതും പലപ്പോഴായി ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ക്യാപിറ്റൽ റിസർവ് എങ്ങനെയാണ് വളരെ ഈസിയസ്റ്റ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.